ഈ ഒരു വീഡിയോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന വീഡിയോ അല്ല, ജസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എറണാകുളം ബ്രോഡ്വേയിൽ നിന്നാണ്, മേത്ത ബസാർ. നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. എല്ലാത്തിനും നല്ല റേറ്റ് കുറവ് തന്നെയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിബ്ബാണ്, ഇത് ഇൻവിസിബിൾ സിബ്ബാണ്, നമ്മൾ ആ ചുരിദാറിനൊക്കെ വെക്കുന്ന സിബ്ബാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 12 പീസ് എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് 3 രൂപ 50 പൈസ ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും കടയിൽ എന്തായാലും അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാവും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ പാൻറ്റിനൊക്കെ വെക്കുന്ന ഈ ഒരു ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 മീറ്റേഴ്സാണ് ഉള്ളത്, 1/2 ഇഞ്ചാണ്. ഇതിന് 160 റുപ്പീസാണ് വന്നിട്ടുള്ളത്. 25 മീറ്ററിന് 160 റുപ്പീസ്. അപ്പോൾ ഇതൊന്നും നമുക്ക് മീറ്റർ കണക്കിന് കട്ട് ചെയ്ത് കിട്ടില്ല, ഇതിങ്ങനെ തന്നെ വാങ്ങിക്കണം. പിന്നെയുള്ളത് നമ്മുടെ നീഡിൽ സെറ്റാണ്, മെഷീൻ നീഡിലല്ല, നമ്മുടെ ഈ ഒരു നീഡിൽ സെറ്റിന് വന്നിട്ട് 25 റുപ്പീസാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കപ്പ്, ഇതിന് വന്നിട്ട് 20 റുപ്പീസാണ്. ഒരു പെയറിന് 20 റുപ്പീസ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 40 റുപ്പീസ് എങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇത് വന്നിട്ട് സ്റ്റോൺസ് ആണ്. ഈ ഗോൾഡൻ സ്റ്റോൺസിന് വന്നിട്ട് ഈ ഒരു പാക്കറ്റിന് 100 റുപ്പീസാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ 2 ബീഡ്സ്, ഈ 2 ബീഡ്സിന് വന്നിട്ട് ഈ ഒരു പാക്കറ്റിന് 80 റുപ്പീസാണ്. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 500, 450 അങ്ങനെ ഞാനും ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 80 റുപ്പീസേ ഉള്ളൂ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റാവും. അവർ 30 രൂപ എങ്ങനെയാണ് 10 ഗ്രാമിനെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ഗോൾഡൻ ബീഡ്സ്, ഇതിന് ഈ ഒരു പാക്കറ്റിന് വന്നിട്ട് 100 റുപ്പീസാണ്. അതേപോലെ തന്നെ അതിൻ്റെ സിൽവർ പാക്കറ്റ്, ഇതിനും 100 റുപ്പീസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും ലാഭം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ വാങ്ങിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതാ കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ഏകദേശം മേത്ത ബസാറിലെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന എല്ലാ ഷോപ്പിലും ഏകദേശം ഈ ഒരു റേറ്റൊക്കെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിനുള്ളത്. നല്ല റേറ്റ് കുറവാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇതിനേക്കാളും ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അവിടെ ചില ഷോപ്പുകളിൽ, എല്ലാ ഷോപ്പുകളിലും ഇല്ല, ചില ഷോപ്പുകളിൽ ഓൺലൈൻ ഡെലിവറിയും കൂടെ ഉണ്ട്.